നമസ്കാരം. നമ്മുടെ മഹാനായ ഫ്രാങ്കോ ഉണ്ടല്ലോ, ഫ്രാങ്കോ പിതാവ്, ഹിന്ദുക്കളും ഫ്രാങ്കോ പിതാവ് എന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ കുറേ നാറിയ ഹിന്ദുക്കളുണ്ട്. അയാൾ ഉണ്ടാക്കി വെച്ച കുറേ സംഭവ പരമ്പരകൾ അതിൻ്റെ അടുത്ത എപ്പിസോഡ് ആരംഭിച്ചിട്ടുണ്ട്. അതിലൊരു പെണ്ണ് പറഞ്ഞു തന്നെ 23 തവണ ഫ്രാങ്കോ പീഡിപ്പിച്ചു എന്ന്. എവിടെയും കെട്ടിയിട്ട് കാലും കൈയും കെട്ടിയിട്ട് വരിഞ്ഞ് ബാലൻക്യ നായകൻ സിനിമയിൽ കാണിക്കുന്ന പോലെ, TG രവി സാറ് സിനിമയിൽ കാണിക്കുന്ന പോലെ കാലും കൈയും കെട്ടിയിട്ട് വായയിൽ തുണി കുത്തി തിരിഞ്ഞ് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടൊന്നല്ല ബലാത്സംഗം ചെയ്തത്. 10 മണിയാകുമ്പോൾ തേക്കാൻ കൊടുത്ത സാധനങ്ങൾ അവിടെ കൊണ്ടുപോകും രാത്രി. അപ്പം അദ്ദേഹം ഇങ്ങോട്ടും തേച്ചു കൊടുക്കും. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പം ആ പെണ്ണ്, ആ കന്യാസ്ത്രീ പരസ്യ പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. അതിനെ പിന്താങ്ങാൻ കുറേ ആൾക്കാരും ഉണ്ട്. ദേ ഇപ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആ സംഭവത്തിന് അടുത്ത എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കന്യാസ്ത്രീ പറഞ്ഞിരിക്കുകയാണ്, എന്നെ പലതവണ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞു. ഏതായാലും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആശുപത്രിയിൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച് അവിടുത്തെ ജീവനക്കാരനെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇതിലെന്തോ ഒരു ലുക്കിലൊടുക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള കുറേ പേരുകളുണ്ട്. നമ്മുടെ ശാരദാമ്മയും ഷീലാമ്മയും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് കുട്ടികൾക്കൊക്കെ പേരിടുന്നു. പിന്നെ ശാരദ, ഷീല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ സ്മിത, വന്ദന, അങ്ങനെയുള്ള നമുക്ക് സാധാരണ കേൾക്കുന്ന പേര്, പഴയ പേരുകളൊക്കെ എടുത്തു കളഞ്ഞു. അമ്പുജാക്ഷി, നാരായണിക്കുട്ടി, മീനാക്ഷിക്കുട്ടി, അതൊക്കെ പോയി. പങ്കജാക്ഷി, അതൊക്കെ പോയി. ഇപ്പൊ പുതിയ കുറെ പേരുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന പേരാണ് അതിജീവിത. ആരാണ് ഈ അതിജീവിത? ആദ്യം അങ്ങോട്ട് നിന്നു കൊടുക്കും, പിന്നെ അങ്ങോട്ട് കിടന്നു കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചേ കഴിഞ്ഞ സമയത്ത് അത് വലിയ സുഖങ്ങളൊന്നും തോന്നാതെ വരുമ്പോൾ അവൾ പിന്നെ കിടന്നും കൊടുക്കില്ല, നിന്നും കൊടുക്കില്ല. പക്ഷേ അവളുടെ കൂട്ടത്തിലുള്ള ആൾ പലപ്പോഴും പറയും, നിൽക്കടി, കിടക്കടി, ഇരിക്കടി, തമ്മിൽ വഴക്കാവും. ആ സമയത്ത് അവൾ പറയും, ഇയാള് എന്നെ 25 തവണ പീഡിപ്പിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പീഡനം ഒരു തവണയെ നടക്കുള്ളൂ. അതും എങ്ങനെ? അടച്ചിട്ട മുറിയിൽ ആരുമില്ലാത്ത സമയത്ത് അതിൻ്റെ വായിക്കും പൊത്തിപ്പിടിച്ച് തലയണ കൊണ്ട് മുഖം തലയണ കൊണ്ട് അമർത്തി ശബ്ദം വരാത്ത വിധത്തിലാക്കിയിട്ടാണ് പണി ഒപ്പിക്കുക. അതാണ് പീഡനം. അത് കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ എവിടെയെങ്കിലും കെട്ടിയിട്ട് മുറി അടച്ച് പൂട്ടി ഒന്നുമല്ലല്ലോ, അവള് പിന്നെയും പുറത്തു വരിക. പിന്നെ വീണ്ടും എങ്ങനെയാ പീഡിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ ഒരു പ്രക്രിയ പിന്നെയും ഏതു ആ സുഖത്തിന്റെ പുറകിൽ പോകും. 5, 10, 20, 30 തവണ ആ സുഖം അനുഭവിക്കും. ആ സുഖത്തിന്റെ പേരിൽ അവൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകും. ചെക്കൻ പണക്കാരനാണെങ്കിൽ അവൻ്റെ മാല പൊട്ടിച്ച് വാങ്ങിക്കും, പോക്കറ്റിലുള്ള തപ്പിപ്പിടിക്കും. അവൾ സ്വർഗലോകങ്ങൾ കാണിച്ചു കൊടുക്കുകയല്ലേ. ആ സമയത്ത് അവൻ മയങ്ങി വീഴും, അവൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാവും. എല്ലാം കാലിയായി കഴിഞ്ഞാൽ അവള് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. മാത്രമല്ല, വീണ്ടും അവനെ ഞെക്കിപ്പിഴിയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അവൻ തിരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൾ അവളുടെ കൊടിക്കുറയുയർത്തും, ഞാൻ അതിജീവിതയാണ്, മീ ടു. ഇതാണ് അതിജീവിത. അന്തസ്സും ആഭിയാത്യവും തറവാടിത്വമുള്ള ഒരു വീട്ടിലെ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തൊടാനേ പറ്റുള്ളൂ അവളെ. വഴിയരിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി കാണിച്ചു കൊടുത്തതല്ലേ, ഇത് ഇങ്ങനെ മതിയോ എന്നൊക്കെയും പറഞ്ഞ് അവിടെ അവസാനിക്കുകയാണ്. അയ്യോ എന്ന് അയാൾ ഓടിക്കളഞ്ഞു.
ഇത് അപ്പുറത്തും കൊട്ടും ഇപ്പുറത്തും കൊട്ടും ഇപ്പുറത്തും കൊട്ടും അപ്പുറത്തും കൊട്ടും മത്തളം കൊട്ടണ പോലെ മത്തളത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാ ദേ ഇങ്ങനെ അങ്ങനെ അവസാനം അതാണ്ടാവുക. അപ്പോഴാണ് പ്രശ്നം രൂക്ഷമാണെന്ന് അറിയുക. ആമ്പിള്ളേരോട് കളിച്ചാലേ അന്തസ്സുള്ള കുട്ടികളാണെങ്കിൽ ഒരിക്കൽ ഒരുവൻ വന്ന് അനാവശ്യമായിട്ട് ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ വിചാരിച്ച പോലത്തെ ആളല്ല കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം കഴിഞ്ഞു. ആമസോൺ ബുക്സോ പെൻഗ്വിൻ ബുക്സോ ഇറക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം കുരുകുരുന്നുള്ള അക്ഷരങ്ങളാണ്. അതിൽ കേരളം എന്ന പോർഷനിൽ എഴുതിയിട്ടുണ്ട് വലിയ രൂപത്തിൽ സെക്ഷൽ സ്റ്റാർവേഷൻ അനുഭവിക്കുന്നവരാണ് കേരളീയർ. ആയതുകൊണ്ട് അവരിങ്ങനെ നോക്കും ഒരു പെണ്ണിനെ കാണുമ്പോൾ, പ്രത്യേക വിദേശികളെ കാണുമ്പോൾ അവൻ്റെ നോട്ടം കണ്ട് ഇങ്ങനെയാണ്. എല്ലാം മറക്കും അവൻ്റെ ഭാര്യ അപ്പുറത്തിരിക്കുന്നതും മറക്കും. ആ നോട്ടം ഇല്ലാതൊക്കെ ഒറ്റ മാർഗ്ഗമുള്ളൂ, അവൻ്റെ മോശിക്ക് കേട്ടോ നോട്ടം നോക്കുക. അതിന് ചോദ്യം ഉണ്ടാകണം, എന്താ എനിക്ക് വേണ്ടേ, എന്താ എനിക്ക് വേണ്ടേ, പിന്നെ അവൻ ആ ഭാഗത്തേക്ക് നോക്കില്ല. അപ്പം കേരളത്തിലൊരു സ്വഭാവം അതാണ്. ഇവിടെ അതിനെ മുതലെടുക്കുകയാണ് പല പെണ്ണുങ്ങളും, പറയാതിരിക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ഈ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു ഡെസിഗ്നേഷൻ ആദ്യമായിട്ടുണ്ടായത് ദിലീപ് ഒരു പെൺകുട്ടി, ഏതാ പെൺകുട്ടി എന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയോ ആ പെൺകുട്ടി ആരാന്ന്? ഇപ്പോഴും അജ്ഞാതയാണ് ആ പെൺകുട്ടി. അതെയാണ് ആദ്യമായിട്ട് അതിജീവിത എന്ന് വിളിക്കുന്നത്. അത് ആരുടെയോ ഭാവനാവിലാസം. അതുവരെ എരാന്ന് വിളിച്ചതിനെ ഏതോ ആരുടെ ഭാവനാവിലാസം കൊണ്ട് ഏരയെ അതിജീവിതയാക്കി. അപ്പം അതിജീവിതമാരുടെ എണ്ണം അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പണ്ട് അവരുടെ അന്തസ് അവർ കാണിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു കന്യാസ്ത്രീയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു പാതിരിയുണ്ട് എന്നൊക്കെയാണ് പറയുക. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു അതിജീവിതയുണ്ടെന്ന് പറയുന്ന അന്തസ്. അങ്ങനെയായി കാര്യങ്ങൾ. ഇവിടെ ചങ്ങനാശ്ശേരി രൂപ താ, അതിരൂപ താ, അവർക്ക് ബിസിനസ്സാണല്ലോ, അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ. യേശു ക്രിസ്തുവിനെ അവരൊരു ബൊമ്മയാക്കി മാറ്റിയല്ലോ. ആ അതിരൂപതയുടെ ആശുപത്രിയിൽ കന്യാസ്ത്രീയെ പലതവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ കന്യാസ്ത്രീ പീഡനത്തിൽ ആ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ള മുൻ HR മാനേജർ, എന്താണ് ഈ HR എന്നുള്ള ഹോസ്പിറ്റലാന്ന് തോന്നുന്നുണ്ട്, എന്താ അറിയില്ല, ആ മാനേജറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് അയച്ചിരിക്കുക. ജയിലിലാണ് ഇപ്പോൾ അഴിയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അച്ചായനാണ് പൊൻകുന്നം സ്വദേശിയായിട്ടുള്ള ബാബു തോമസ്, 45 വയസ്സ്. അയാളാണ് ചങ്ങനാശ്ശേരി പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കന്യാസ്ത്രീയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഇവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്, എന്താ കന്യാസ്ത്രീക്ക് ആശുപത്രിയിൽ ജോലി? ഇതൊരു സ്ഥിരം പരിപാടിയാണ്. കന്യാസ്ത്രീമാരുടെ പേരെന്താ അറിയാമോ? മാനേജരമ്മ, നേഴ്സമ്മ, ഈ രീതിയിൽ ലെക്ചറമ്മ, പ്രൊഫസറമ്മ. അവർക്ക് അവരുടെ മനസ്സിൽ നിൽക്കാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്താ അറിയോ? ബൈബിള്. അതൊക്കെ അവരും മറന്നു, എന്തോന്ന് ബൈബിള്. അതാ സ്ഥിതി. ഏതായാലും ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന, പള്ളിപ്പെണ്ണുങ്ങൾക്ക് പള്ളിയിലല്ലേ ജോലി, ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കന്യാസ്ത്രീയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പം ഇയാൾക്ക് ഫ്രീ ഫുഡ് കിട്ടിയിട്ടുള്ളത്. റോട്ടി, കപ്പട, മക്കൻ, എവറിത്തിങ് ഈസ് ഫ്രീ, പ്രൊവൈഡിങ് ബൈ അവർ ഓൺ ഗവൺമെൻറ് വിത്ത് അവർ ഓൺ മണി. ആശുപത്രിയിൽ HR മാനേജറായിട്ട് ജോലി ചെയ്യുമ്പോൾ, സേവനമനുഷ്ഠിക്കുക ജോലി ചെയ്യുന്ന സമയത്ത് ഇയാൾ ഈ കന്യാസ്ത്രീയെ സമയത്തിൻ്റെ ആനുകൂല്യം നോക്കിയിട്ട് പലതവണ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 17 തവണയോ 18 തവണയോ ഒറ്റ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. ഒരൊറ്റ അശ്ലീല സന്ദേശം, അന്തസ്സുള്ള വീട്ടിലൊരു പെൺകുട്ടിയോട് ഇവിടുന്ന് ഒരാൾ അശ്ലീല സന്ദേശം അയക്കുക, എടി നീ കൊള്ളാമല്ലോ,
എന്നിട്ട് ചിരിക്കുന്ന ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ ഇമോജികൾ. അങ്ങനെയായി. പണ്ടും ഇതുപോലെ ചിത്രങ്ങളിലൂടെയാണ് ഭാഷ പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ പുറകോട്ട് വന്ന് ചിരിക്കുക, അപ്പം ചിത്രങ്ങളിലൂടെയാണ് ഭാഷ. അതിൽ ഹീ എന്ന് ചിരിക്കുന്ന ഒരു ഫോട്ടോയും. ഈ ഫോട്ടോ അവളെ കിട്ടിക്കഴിഞ്ഞാൽ അന്തസ്സുള്ളവളാണ് എന്താ ചെയ്തറിയോ? അവളുടെ സഹോദരനെ വിളിച്ചു പറയും, ചേട്ടാ അതിങ്ങനെ ഒരു ഫോട്ടോ ഒരാളെ അയച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്തോ നടക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ അച്ഛനോട് വിളിച്ചു പറയും. അച്ഛനാകുമ്പോൾ ചിലപ്പോൾ പറയും അവനെ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്ക് മോളേന്ന്. ആങ്ങളെയാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പ് ഇങ്ങനെയാക്കി മാറ്റും. കാണാൻ വൃത്തിയില്ലാത്തൊരു ഷേപ്പ് ഇതാക്കി മാറ്റും. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായേ? ഐ ലവ് യു. ഉടനെ തിരിച്ചെന്താ? ഐ ലവ് യു ടു. പിന്നെന്താ? ഐ വാണ്ട് ടു സീ യു. പിന്നെന്താ? വി വിൽ മീറ്റ് ഇൻ പാർക്ക്. എനിക്കാണ് സംഭവിക്കുക. രണ്ട് ഭാഗത്തും കുട്ടി മദ്ദളത്തിൻ്റെ അതിനെയാണ് ഉണ്ടായത്. ഏതായാലും ജോലി സ്ഥലത്ത് വെച്ച് പലപ്പോഴും പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ പരാതി ഉയർന്നതോടുകൂടി അവരെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇയാളെന്നെ പീഡിപ്പിച്ചു. ഏതായാലും ഈ സംഭവത്തോട് കൂടിയിട്ട് പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആരാ പ്രതി? ആണ് പ്രതിയാണ്. പെൺപ്രതി എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതിജീവിത പീഡനം സംബന്ധിയായിട്ടുള്ള കാര്യത്തിൽ ഇവൻ അവളെ പീഡിപ്പിച്ചാലും അവൾ ഇവനെ പീഡിപ്പിച്ചാലും അവിടെ അതിജീവിതം എന്ന് പറഞ്ഞൊരു ഒരു ഡെസിഗ്നേഷൻ ഇല്ല. അതിജീവിതയേ ഉള്ളൂ. അതായത് ഇല വന്നിട്ട് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാ കേട് എന്ന് പറയുന്നതിൻ്റെ അതിനെ പറ്റിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇത്. പ്രതിക്കെതിരെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ സ്ത്രീകൾ സമാനമായിട്ടുള്ള പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴെത്തിയിട്ടുള്ള അതിന് മുമ്പുണ്ടായിട്ടില്ല എന്നർത്ഥം. ഇപ്പം ധൈര്യം വന്നു. ഇയാൾ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ ആശുപത്രിയുടെ ആൾക്കാർ, അത് ചങ്ങനാശ്ശേരി രൂപതാ, അവരും അവരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, തുറുവായിട്ട് അടിച്ചു. എവിടേക്ക്? ജയിലിലേക്ക് അടിച്ചു. ഇനി അവിടെ കിടക്കും. ഈ സംഭവത്തിൽ കൂടുതൽ അതിജീവിതങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതിരൂപത അതിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ നടന്ന ഈ സംഭവം അവരിടയിലും അത് ചർച്ചയായിട്ടുണ്ട്. അതിന് എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ്: എങ്ങനെയാണ് ഒന്നിലേറെ തവണ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ കഴിയുക? ഈ കന്യാസ്ത്രീക്ക് അറിയുമായിരുന്നില്ലേ ഇയാള് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് പീഡനമാണെന്നും അത് അപകടമാണെന്നും തൻ്റെ വയറ് വീർക്കുന്നെന്നും ഈ പെണ്ണിന് അറിയുമായിരുന്നില്ലേ? കുമ്പസാരക്കൂടിനകത്ത് പോയിട്ട് പറയാമായിരുന്നല്ലോ, അച്ചോ അതും പേടിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നീ ഒന്നും പേടിക്കണ്ടടി, അതൊന്നൊരു കാര്യമായിട്ട് എടുക്കണ്ട, നിനക്ക് എന്ത് തോന്നി? സന്തോഷം തോന്നിയില്ലേ, ഇനി അവൻ്റെ അടുത്ത് പോകണ്ട കേട്ടോ. ഇതാണ് കുമ്പസാരക്കൂട്ടിനകത്ത് നടക്കുന്ന കാര്യം. അതിനകത്തിരിക്കുന്ന ദൈവമൊന്നും അല്ലല്ലോ. അതിനകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പുരുഷനുള്ളത് മുഴുവൻ അയാൾക്കും ഉണ്ട്. അങ്ങനെ ഒരാൾ പോയിട്ട് അച്ഛോ ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞാൽ അച്ഛനും പറയാതിരിക്കാൻ നല്ലത്. ഏതായാലും ഇവരൊക്കെയാണ് മാലാഖമാരെന്ന് വിളിക്കുന്നത്. മാലാഖമാർ എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തെ മുഴുവൻ തെറ്റിക്കുന്നവരാണിപ്പോൾ. ഇങ്ങനെ ഈ ഒരു പറയുന്ന ബാബു തോമസ് പറഞ്ഞ 45 വയസ്സുകാരൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തുടക്കത്തിലെ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പം തുടക്കത്തിൽ അതൊരു രസമായിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നീടും അത് രസമായിട്ടെടുത്തു, വലിയ രസമായിട്ടെടുത്തു. പിന്നെ എവിടെയോ വെച്ച് പ്രശ്നമായപ്പോൾ അപ്പോഴാണ് ഒച്ച വയ്ക്കുന്നത്. അത് തുടക്കത്തിലാണെങ്കിൽ ഇപ്പം നാണം കെട്ടില്ലേ? ആ ആശുപത്രിയിൽ ഇനി എത്ര എണ്ണത്തിനെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്? ഇയാളുടെ പോലെയുള്ള ആൾക്കാർ
ഈ കന്യാസ്ത്രീയെ പോലെയുള്ള ഇതിനെ ഒത്ത് നിൽക്കുന്ന നിക്കടി എന്ന് പറയുമ്പോൾ നിൽക്കുക, കിടക്കടി എന്ന് പറയുമ്പോൾ കിടക്കുക, കുനിയടി എന്ന് പറയുമ്പോൾ കുനിയ. അത് ഇനി എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു ശല്യം നോട്ട പിശക് പോലുണ്ടായാൽ പോലും അത് അവിടുത്തെ മേലധികാരികളോട്, അത് തൻ്റെ സ്വന്തം വീട്ടുകാരോട് പറഞ്ഞാൽ എത്രയും വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പം ആ സമയത്ത് കൂട്ടത്തിൽ കൂടി അതാണ് സംഭവം. പലതവണ ഇതാണ് അതിജീവിതന്മാരെപ്പോഴും പറയുന്നത്. പീഡനം ഒറ്റവട്ടേ നടക്കുള്ളൂ. അത് ബലപ്രയോഗത്തിലൂടെ ആകുകയും വേണം. അല്ലാതെ ഏതൊരു പുരുഷനെ നോക്കിയിട്ട് ചില സ്ത്രീകൾ നടന്നു പോകുമ്പോൾ, പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ, ചേട്ടാ എന്നെ ഒന്ന് കയറി പിടിക്കൂ എന്ന ഭാവത്തിലാണ് വസ്ത്രവും ധരിച്ച് എവിടെയെങ്കിലും കസേരയിൽ കയറിയിരുന്ന് ഉടനെ തന്നെ അവൾ ഹാഫ് ഫ്രോക്ക് ഇടും. എന്നിട്ട് ഈ കാലെടുത്ത് ഈ കാലിൻ്റെ മേലെ വെക്കും. കഴിഞ്ഞില്ലേ? പിന്നെ എല്ലാം കാണാം. ഞാൻ ഒരിക്കൽ പ്രശസ്തമായിട്ടുള്ള ഒരു TV ചാനലിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ പറഞ്ഞു, പോയില്ല. തിരുവനന്തപുരത്തേക്കാണ് വിളിച്ചത്, അതുകൊണ്ട് പോയില്ല. അത് ഞാൻ തമാശ പറഞ്ഞൊരു കാര്യമുണ്ട്. പെണ്ണാണോ? അതെന്താ സ്വാമി, പെണ്ണ് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്വാമിക്ക്? അതല്ല, പെണ്ണാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാരി ചുറ്റിയ പെണ്ണാകണം. ഹാഫ് ഫ്രോക്ക് ഇട്ടിട്ട് കാലും കയറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ കാവ്യവസ്ത്രധാരിയാണ്, സന്യാസി എന്ന് ആൾക്കാർ വിളിക്കും. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തെ അറിയാലോ, ഞാൻ രമേശൻ കൂടിയാ. അതെ, നമുക്കത് പറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്നെ ഒന്ന് കയറി പിടിക്കുമോ ചേട്ടാ നോക്കി നടക്കുന്ന ആളുകളാണ് ചില ആമ്പിള്ളേർ കയറിയിട്ട് അവസാനമാണ് ഒപ്പിച്ചു കൊടുക്കും. അവൻ പിന്നെ ഇതപ്പോൾ ഈ ഗതികേടിൽ ജയിലിൽ. രാഘവൻ മാങ്കുട്ടത്തിൻ്റെ കാര്യമൊക്കെ അറിയാലോ. എന്തായാലും ഇപ്പം എന്തായി അവിടെ നടന്നത്? 17 തവണയോ മറ്റോ പറയുന്നത്. 1-ാം തവണ പീഡനം, 2-ാം തവണ പീഡനം, 3-ാം തവണയ്ക്ക് പീഡനം, 4-ാം തവണയും നിന്ന് കൊടുത്തു, 5-ാം തവണയും നിന്ന് കൊടുത്തു, 6-ാം തവണയും നിന്ന് കൊടുത്തു, 7, 8, 9, 10, 17 തവണ നിന്ന് കൊടുത്തു. ഇപ്പം എന്തിനാ ഇപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്താണ്? എന്തിനും കാര്യമുണ്ടാവും. എന്തായാലും അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ട് ശരിയായെന്ന് വെച്ചാൽ ശരിയായിട്ടൊന്നുമില്ല. ഇപ്പം കാലാകാലങ്ങളായിട്ട് കോട്ടൂരിൻ്റെ പ്രശ്നം, പൂതൃക്കയുടെ പ്രശ്നം, റോബിൻ്റെ പ്രശ്നം, ഫ്രാങ്കോവിൻ്റെ പ്രശ്നം, ഇതിലുള്ള ആൾക്കാർ മുഴുവൻ അതിജീവിതമാണെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഇങ്ങോട്ട് മുട്ടിയപ്പോൾ അങ്ങോട്ട് മുട്ടിയതിൻ്റെ പേരിലാണ് ഇവരെ ഈ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെയാണ് ചുവടുത്തടി കിട്ടും. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ പരസ്യപ്രഖ്യാപനം മീട്ടു എനിക്കുണ്ടായ സംഭവം എന്ന് പറഞ്ഞിട്ട് അത് പരസ്യപ്രഖ്യാപനം നടത്തുമ്പോൾ ആദ്യം നാണം കെടുന്നത് ഇവർക്കാണെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല. കന്യാസ്ത്രീ. ഏത് കന്യാസ്ത്രീ? ആ ആശുപത്രിയിലുള്ള സകല കന്യാസ്ത്രീകളെന്ന് പറയുന്നപ്പോൾ ആ വഴിക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞേ ഇവിടുത്തെ കന്യാസ്ത്രീകൾ ഏതാ പേരാണെന്ന് അറിയില്ല. കാരണം എന്താ? പീഡനം നടന്നിട്ടുണ്ട്. ഏത് കന്യാസ്ത്രീയാ? പേര് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം കന്യാസ്ത്രീ സമൂഹത്തിൽ മൊത്തം അതിപ്പോഴും ഉണ്ട്. കാരണം ആളുകൾ കുശുകുശുക്കുമല്ലോ. എല്ലാ കന്യാസ്ത്രീകൾ തന്നെ കണക്ക് എന്ന് കുശുകുശുക്കുമല്ലോ. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പുറത്തെ ഒരു പള്ളി, അതിൻ്റെ ഇപ്പുറത്ത് അച്ഛന്മാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ, അതിൻ്റെ ഇപ്പുറത്ത് കന്യാസ്ത്രീകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ, അതിൻ്റെ ഇപ്പുറത്ത് അനാഥശാല. ഇത് പറയിപ്പിക്കുന്നതല്ലേ. രാമകൃഷ്ണ മിഷൻ ഉണ്ടല്ലോ, ചിന്മയ മിഷൻ ഉണ്ടല്ലോ. അവിടെ ഒരു കന്യാസ്ത്രീ പീഡനമോ? രാമകൃഷ്ണ മിഷനിൽ 4 മണിയാകുമ്പോൾ പ്രാർത്ഥനയുടെ സമയമായി. എന്തെങ്കിലും കാര്യത്തിന് അപ്പുറത്തുള്ള ശാരദാ മഠത്തിലൊരു കന്യാസ്ത്രീ, ഒരു സന്യാസിനിയമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 പേരുണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ. ഈ 2 പേരാരാന്നറിയാമോ? അവിടുത്തെ പ്രധാനപ്പെട്ട മാതാജിയുടെ അസിസ്റ്റന്റ് മാതാജി അല്ലെങ്കിൽ സീനിയർ മാതാജിയുടെ ഒപ്പം വരാൻ പറ്റുള്ളൂ വേറൊരാൾക്ക്. 4 മണിയായി കഴിഞ്ഞാൽ എന്ത് തിരക്കണ്ടെങ്കിലും പോയിക്കൊള്ളാം. കാരണം അവിടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഇവിടെയും പ്രാർത്ഥനയുണ്ട്, പക്ഷെ അതിൽ നിങ്ങൾ പങ്കുകൊള്ളിട്ട് അവിടെ പോയി പങ്കുകൊള്ളാൻ. ഇതല്ലാതെ അപ്പുറത്ത് അച്ഛന്മാർ താമസിക്കുന്നു, ഇപ്പുറത്ത് കന്യാസികൾ താമസിക്കുന്നു, അതിൻ്റെ നടുവിലെ മതിലിൻ്റെ ഇടയിൽ ചെറിയൊരു വിടവ്, അത്യാവശ്യം ഇങ്ങനെ കിടക്കാൻ. അതാണ് പ്രശ്നം. ഏതായാലും വീണ്ടും ജനങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു അതിജീവിതം കൂടി രംഗത്ത് എത്തിയിട്ടുണ്ട്. നല്ല കാര്യം.